ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ദൈവം നമ്മളോട് കാണിച്ച സ്നേഹത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുകയാണ്. ദൈവപുത്രൻ നമുക്ക് വേണ്ടിയിട്ട് മനുഷ്യനായി അവതരിക്കുന്നു. പൗലോസ്ലീഹയുടെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ, അവൻ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. ദൈവത്തിന്റെ മഹിമയും പ്രതാപവും ഒക്കെ വെടിഞ്ഞ് ദൈവം മനുഷ്യന്റെ സാധാരണ രീതികളിലേക്ക്, മനുഷ്യന്റെ പരിമിതമായ അവസ്ഥയിലേക്ക് ദൈവം താണിറങ്ങുന്ന ഒരു അവസ്ഥയാണ് ഈ മനുഷ്യാവതാരം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മളെ സ്നേഹിച്ച ദൈവത്തോട് എങ്ങനെയാണ് നമുക്ക് പ്രത്യുത്തരം നൽകാനായിട്ട് സാധിക്കുക? നമുക്ക് എങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിന് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന് പരിപൂർണമായിട്ടും നമ്മളെ ഹീല് ചെയ്യാനായിട്ട് അവസരം നൽകുക. നമുക്കറിയാം, ഈശോ പറയുന്നുണ്ട്, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. മാനവകുലത്തെ മുഴുവൻ ഹീല് ചെയ്യാൻ വന്ന ഹീലറാണ് ഈശോ മിശിഹ. ആ ഈശോ മിശിഹായ്ക്ക് നമ്മളെ പരിപൂർണമായിട്ടും വിട്ടു നൽകുക. നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെയും പാപത്താൽ ബലഹീനമാക്കപ്പെട്ട നമ്മുടെ പ്രകൃതിയെയും പലവിധ കാരണങ്ങളാൽ വൂണ്ടഡായിട്ടിരിക്കുന്ന നമ്മളെ മുഴുവൻ ഹീല് ചെയ്യാനായിട്ട് ഈശോയ്ക്ക് അവസരം നൽകുക. അറിയാം, ദൈവം സർവ്വസമ്പന്നനാണ്. ദൈവത്തിന് മനുഷ്യൻ നൽകുന്ന കാര്യങ്ങളുടെ ഒന്നും യാതൊരു ആവശ്യവുമില്ല. കാരണം എല്ലാം ദൈവത്തിൻ്റെതാണ്. അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് ഒരിക്കലും നമുക്ക് ദൈവത്തെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. നമ്മളെയാണ് ദൈവത്തിന് ആവശ്യം. നമ്മളെ പരിപൂർണമായിട്ടും വിട്ടു നൽകുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. ഈശോ മിശിഹായ്ക്ക് നമ്മളെ ഹീല് ചെയ്യാനായിട്ട് പ്രിയപ്പെട്ടവരെ അവസരം നൽകുക. ഇത് ശരിക്കും സംഭവിക്കുന്നത് കുമ്പസാര കൂടുകളിലാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് പോലെ, ദൈവം നമ്മളോട് ക്ഷമിക്കാനായിട്ട് ഒരിക്കലും മടി കാണിക്കുന്നില്ല. നമ്മളാണ് ദൈവത്തോട് ക്ഷമ ചോദിക്കാനായിട്ട് പലപ്പോഴും മടി കാണിക്കുന്നത്. സൗഖ്യപ്പെടുത്തുന്ന കൂദാശയായ കുമ്പസാരം എന്ന കൂദാശയിലൂടെ ഈശോയ്ക്ക് പരിപൂർണമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഹീല് ചെയ്യാനായിട്ട് അവസരം നമുക്ക് നൽകാം. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹത്തോട് നമുക്ക് പരിപൂർണമായിട്ടും പ്രത്യുത്തരം നൽകാം. നമ്മളെ തന്നെ പരിപൂർണമായിട്ടും വിട്ടു നൽകിക്കൊണ്ട് ഈ ക്രിസ്മസ് വലിയൊരു മാനസാന്തരത്തിൻ്റെയും തിരിച്ചുവരവിൻ്റെയും ഒരു കാലഘട്ടമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ.